നമ്മുടെ സ്റ്റാറ്റിലത്തെ തേർഡ് മൊഡ്യൂളാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഇതിൽ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ എന്ത് പഠിച്ചിട്ടുണ്ട്, പാരാമെട്രിക് ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആ ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളെടുത്തിട്ടുള്ള സാമ്പിളിൻ്റെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനത്തെ അല്ലാത്ത കേസും ഉണ്ടാവും. നമുക്ക് സാമ്പിൾ അറിയാം, പക്ഷേ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് ഏത് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ എന്ന് പറയാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. ചെറിയ കാൽക്കുലേഷനാണ്, ഡിസ്ട്രിബ്യൂഷൻ്റെ അസംഷനൊന്നും ആവശ്യമില്ല. എല്ലാ ടൈപ്പ് ഡാറ്റയ്ക്കും, അതായത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്കും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്കും നമുക്കത് അപ്ലൈ ചെയ്യാം. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, അത് എഫിഷ്യൻസി കുറവാണ്. നമ്മൾ പറഞ്ഞു കുറേ അസംഷൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അസംഷൻസ് ഒന്നും ആവശ്യമില്ലാതെ ഷോർട്ട് കാൽക്കുലേഷനിൽ വരുന്ന കാരണം അതിൻ്റെ റിസൾട്ട് നമുക്ക് ഓക്കെ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആയ കാരണം അത് അത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനി അപ്ലിക്കേഷൻ എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞ മാതിരി തന്നെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ അറിയാത്ത കേസിൽ, പിന്നെ നോർമൽ അപ്രോക്സിമേഷൻ ആവശ്യമായിട്ടുള്ള സാമ്പിൾ സൈസ് ഇല്ലെങ്കിൽ, പിന്നെ ഡാറ്റ ക്വാളിറ്റേറ്റീവ് ആണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇതിൽ 3 ടെസ്റ്റാണ് പറഞ്ഞത്: 2 സാമ്പിൾ, 1 സാമ്പിൾ, കെ സാമ്പിൾ, അതുപോലെ തന്നെ ടെസ്റ്റ് ഫോർ റാൻഡംനെസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടെസ്റ്റ് ഫോർ റാൻഡംനെസ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് വാൾട്ട്-വോൾഫോവിറ്റ്സ് റൺ ടെസ്റ്റ്. ഇതിനെന്താണെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് സാമ്പിൾസ് തന്നിട്ടുണ്ടായിരിക്കും, 2 അതിൽ കൂടുതൽ സാമ്പിൾസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, റാൻഡമായിട്ടാണോ സാമ്പിൾസ് എടുത്തിട്ടുള്ളത് നോക്കുക. റാൻഡമായിട്ട് പറഞ്ഞാൽ ഒരു പ്രീ അസംഷൻസോ കാര്യങ്ങളോ ഇല്ലാതെയാണോ നമ്മൾ ആ സാമ്പിൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നോക്കുന്നതാണ് ഈ റൺ ടെസ്റ്റ്. ഇതിന് നമ്മൾക്ക് 2 സാമ്പിൾ സൈസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ആ സാമ്പിൾ സൈസ് നോക്ക് നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ സാമ്പിൾ 1, സാമ്പിൾ 2. ഇനി ഇതിലത്തെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 10 ആണ്. പിന്നെ വരുന്നത് 15, പിന്നെ വരുന്നത് 17, പിന്നെ വരുന്നത് 21, പിന്നെ വരുന്നത് 22, പിന്നെയും 22. ഇതൊക്കെ സാമ്പിൾ 2ലാണ് വരുന്നത്. അടുത്ത 22 വരുന്നത് സാമ്പിൾ 1. അപ്പോൾ നമ്മൾ ആ സാമ്പിൾ 2 അവസാനിക്കുന്ന വൈ എന്ന് കൊടുത്തു. പിന്നെ 22 വന്നത് സാമ്പിൾ 1, 24 വന്നത് സാമ്പിൾ 1, 25, 27, 29, 30. 2 30 വരുന്നുണ്ട്. ഒന്ന് എക്സിലും അല്ല സാമ്പിൾ 1ലും ഒന്ന് സാമ്പിൾ 2ലും. സാമ്പിൾ 1 വരുന്നവരെ 1, പിന്നെ സാമ്പിൾ 2 മുതൽ അങ്ങനെ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇവിടെ എന്ത് വന്നു, മിക്സിങ് വന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അത് റാൻഡംലി ചൂസൺ ആണെന്ന് പറയാം. ഇനി നോക്ക് അതെങ്ങനെയാണ് അതിൻ്റെ തിയറി നോക്ക്. ഒരു ഓർഡേർഡ് സീക്വൻസ് തന്നിട്ടുണ്ട്, 2 അതിൽ 3 ടൈപ്പുള്ള. അപ്പോൾ നമ്മൾ സിമ്പിൾ വെച്ച് റിപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എക്സും വൈയും വെച്ചിട്ടാണ്. ഇനി നമ്മൾ ഇതിലത്തെ റൺ എന്ന് പറയുന്നത് 2 ലാർജ് ആണെങ്കിൽ അത് റാൻഡം ആവാനുള്ള ചാൻസ് ഇല്ല. 2 ലാർജ് എന്ന് പറഞ്ഞാൽ ഈ ലൈക്ക് സിമ്പിൾസ് തമ്മിലുള്ള ലെങ്ത് ഓഫ് റൺ ഈസ് ദ നമ്പർ ഓഫ് ലൈക്ക് സിമ്പിൾസ്. ലൈക്ക് സിമ്പിൾസ് പറഞ്ഞാൽ ഇവിടെ എക്സും ഇവിടെ വൈയും, അത് കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടില്ല ഒന്നല്ല. അപ്പോൾ അവിടെ ലെങ്ത് എന്താണ്, ചെറുതാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആ ഡാറ്റ റാൻഡംലി ചോസൺ ആണെന്ന് പറയാം. അടുത്തതാണ് 1 സാമ്പിൾ ടെസ്റ്റ്. 1 സാമ്പിൾ ടെസ്റ്റ് അപ്ലിക്കബിൾ ആവുക എപ്പോഴാണ്, കണ്ടിന്യൂസ് സിമ്മട്രിക് പോപ്പുലേഷനിൽ വരുമ്പോഴാണ് നമുക്കത് യൂസ് ചെയ്യാം. ഇനി നമ്മളിവിടെ എങ്ങനെ യൂസ് ചെയ്യുക വെച്ചെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ അതുമാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീഡിയനോ ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്ക്, ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ഡിസൈഡ് ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ് ദാറ്റ് ദ മീഡിയൻ വാല്യൂ 15 ആണെന്ന് തന്നിട്ടുണ്ട്. മീഡിയൻ വാല്യൂ 15 ആണ് തന്നിട്ടുണ്ട്. അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്, അതായത് H1 എന്ന് പറയുന്നത് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻസ് ഇവിടെ നമ്മൾ ജസ്റ്റ് പ്ലസ്സും മൈനസും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 17 ഫസ്റ്റ് വാല്യൂ, അത് 15 കൂടുതലാണെങ്കിൽ പ്ലസ് സൈന്, കുറവാണെങ്കിൽ മൈനസ് സൈന്. ഇപ്പോൾ ഇവിടെ 17 എന്ന് പറയുന്നത് കൂടുതലാണ്, അപ്പോൾ പ്ലസ് സൈന്. 18 പ്ലസ് സൈന്, 16 പ്ലസ് സൈന്, അങ്ങനെ വന്ന് 14 വരുമ്പോൾ മൈനസ് സൈന് വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓക്കെ ഇല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം, 14 പ്ലസ് സൈനും ഉണ്ട്. അതായത് ടോട്ടൽ 20 എണ്ണത്തിൽ 14 പ്ലസ് സൈനും ഉണ്ട്. അതുമാതിരി തന്നെ ബാക്കി എത്ര, 6 മൈനസ് സൈനുണ്ട്. അപ്പോൾ നമുക്ക് ഏതെടുക്കാം, മീഡിയൻ ഈക്വൽ ടു 50 എന്ന് പറയാൻ പറ്റുമോ, ഇല്ലല്ലോ. കാരണം പോസിറ്റീവ് സൈന് നെഗറ്റീവ് സൈനോട് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് മീഡിയൻ ഈക്വൽ ടു 50 എന്ന് പറയാം. പക്ഷേ ഇവിടെ എന്താണ്, പോസിറ്റീവ് സൈൻസാണ് കൂടുതൽ. അപ്പോൾ മീഡിയൻ എന്തിനും കാട്ടി വലുതാവും, 50 കാട്ടി വലുതാവും. ഇതാണ് സൈൻ ടെസ്റ്റ്, 1 സാമ്പിൾ സൈൻ ടെസ്റ്റ്.